ആവേശത്തിൽ ആറാടുകയാണ് ഇവിടെ തൃശ്ശൂര്. ഒരു രക്ഷയില്ല, വൻ ആവേശമാണ്. ഇതാ നോക്ക്, ഈ പുലികളൊക്കെയും ഇനി ഒരുക്കാൻ പോവാണ്. ഇവരുടെ പുലി ചമയം അത് ഇവിടെ തീർത്ത് വെച്ചിട്ടുണ്ട്, വേണ്ടതൊക്കെയും. അത് ഇനി ഇവരെ പെയിന്റ് അടിക്കാൻ പോവാണ്. അതിന് നമ്മളിവിടെ കാണുന്നത് കേട്ടോ, പല നിറങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ പല വർണ്ണങ്ങളാണ് പുലിക്കളിയുടെ ഭംഗി എന്ന് പറയുന്നത്. എന്തുകൊണ്ട് പുലിക്കളി എല്ലാവരുടെയും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? അതൊരു വർണ്ണാഭമായിട്ടുള്ള കാഴ്ചയാണല്ലോ. അപ്പോൾ ഇത് തൊട്ടാ പിന്നെ പോകാൻ തന്നെ കുറെ മാസങ്ങൾ എടുക്കും. തോന്നുന്നില്ല. ഇത് കണ്ടോ, പലതരത്തിലും മഞ്ഞ കളർ കാണാം. ഇത് പല കുഞ്ഞു കുഞ്ഞു കോപ്പുകളാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ പുലിയിലും ബ്രഷുകൾ ഇവിടെ റെഡിയാണ്. ഈ വലിയൊരു ഒരു കലാവിരുന്നാണ് ഇവിടെ ശരിക്കും നടക്കുന്നത് അല്ലേ? അതായത് കലാകാരന്മാരുടെ ഒരു സംഘം എന്ന് പറയാം. അതായത് ഇവിടെ മെയ്യെഴുത്ത് വരയ്ക്കുന്ന കലാകാരന്മാരുണ്ട്, അതുപോലെ തന്നെ മേള കലാകാരന്മാരുണ്ട്, ഈ പുലി കളിക്കുന്ന കലാകാരന്മാരുണ്ട്, അപ്പൊ അങ്ങനെ പല വിധത്തിലുള്ള കലാകാരന്മാരുണ്ട്. അവരുടെ എല്ലാം ഒരു സംഗമം തന്നെയാണ്. കൂടാതെ ഒരു ആസ്വാദനത്തിന്റെ ഒരു അങ്ങേയറ്റവും കൂടി എത്തും. ഈ കാണുന്നത് ഇപ്പം പല തരത്തിലുള്ള പുലികളുണ്ട്. ഒരു തരത്തിലുള്ള വരയൻ പുലിയുണ്ട്, പുള്ളിപ്പുലി നോക്ക്, അവിടെ ഉണ്ട്. കരിമ്പുലിക്കുള്ള കളർ ഇവിടെ ഉണ്ട്. നോക്ക്, ഞാൻ ഇവിടെ കാണിച്ചു തരാം. കരിമ്പുലിക്ക് കറുപ്പ് കളർ കണ്ടോ? ഈ കരിമ്പുലിക്ക് മാത്രമല്ല, മറ്റവർക്കൊക്കെ സൈഡിൽ വരയ്ക്കായിരിക്കും. വരയൻ പുലി ലിഷോയേട്ടനെ പോലെയുള്ള പുലികൾക്കുള്ളതും നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കറുത്ത കളറ്, ഈ കളറിന്റെ പേരെന്താ? അത് മിക്സ് ചെയ്ത ഒരു കളറാണ്. അത് ആ സമയത്താണ് നമ്മൾ വെളിപ്പെടുത്തുള്ള സസ്പെൻസ് ആണ്. കണ്ടുപിടിച്ച് ഞങ്ങൾ ചോദിച്ചിട്ട് പറയാം. എന്തായാലും അങ്ങനെ ഒരു കളർ ഉണ്ടെങ്കിൽ പല കളറുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പല രൂപത്തിലുള്ള ബ്രഷുകൾ നമുക്ക് കാണാം. അതായത് ഇവരെ പെയിന്റ് ചെയ്യാൻ പോകുന്നതിന്റെ അത് നമ്മൾ പറയുന്നത് വലിയൊരു ആർട്ടാണ്, ഒരു കലയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതായത് എല്ലാ തരത്തിലും ചിത്രം വരയ്ക്കുന്നവര്, പെയിന്റ് അടിക്കുന്നവർ, അങ്ങനെ പലതരത്തിലുള്ള ആളുകളുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇവിടെ ഈ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം പുലികൾ ഓരോന്നായി അവിടെ നിന്നൊക്കെ വരണം. അവിടെയൊക്കെ നമ്മൾ നേരത്തെ കണ്ടു, ഓരോ ഒരുക്കങ്ങൾ ഇങ്ങനെ സജീവമായിട്ട് തകൃതിയായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പുലികൾ ഓരോന്നായി വന്നു തുടങ്ങാൻ പിന്നെ ഇവിടെ അതിനുള്ള അവരെ പെയിന്റ് അടിക്കുന്ന മെയ്യെഴുതുന്ന ചടങ്ങാണ് അടുത്ത് നടക്കാൻ പോകുന്നത്. അത് അല്പസമയത്ത് ഞാൻ തുടങ്ങും തോന്നുന്നു. ഞാൻ ഇവിടെ 2-3 പുലികളെ സെറ്റ് ചെയ്തിരുന്നു. പുലികൾ എവിടെ? ലിഷോയായിട്ട് നമ്മൾ പുലിയൊക്കെ പോയി. അതാ പുലികൾ അവിടെ ഉണ്ട്. നമുക്ക് പുലികളെ തന്നെ പോയി ചോദിക്കാം. പുലികളൊക്കെ എന്തായാലും പോയല്ലേ? പുലി ഒന്ന് നിൽക്ക്. അപ്പൊ പുലികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, സജ്ജമാണ് പുലികളൊക്കെ. അപ്പൊ ഇത്തവണ എങ്ങനെയാ? തകർക്കും, പൊളിക്കും. ആദ്യമായിട്ടാണോ? എത്ര വർഷമായിട്ടുണ്ടാവും? ഒരു 37 വർഷമായി. അതിലൊരു 10 വയസ്സ് തൊട്ട് തുടങ്ങിയിട്ടുണ്ടാവും. 10 വയസ്സോടെ 37 വയസ്സായി. 10 വയസ്സ് തുടങ്ങിയതാണോ? 2 ചൂട് വെക്കാൻ പറ്റുമോ? ചെയ്യുള്ളൂ. എപ്പോ വേഷം ഇടാൻ തുടങ്ങും? ഇപ്പൊ തുടങ്ങുമോ? പേരെന്തായിരുന്നു? അനൂപ്. പാട്ടെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? അല്ല, നിങ്ങൾക്ക് ഈ പ്രചാരണം ഇതാ ഇവിടെ വേറൊരു പുലിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇനി തൃശ്ശൂരിന് മാത്രം പുലിയല്ല, കേരളത്തിന്റെ പുലിനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. റവന്യൂ മന്ത്രി കെ രാജൻ നമുക്ക് മിനിസ്റ്ററെ പൊളിക്കുമല്ലേ? പൊളിക്കുന്നു പറഞ്ഞാൽ പൊളിക്കും. തൃശ്ശൂരിൽ നിന്ന് ഈ വേദനകളുടെ എല്ലാം നടുവിൽ നമ്മൾ ഏറ്റുപോയതുപോലെ 7 പുലി സംഘങ്ങൾ വൈകുന്നേരത്തോടു കൂടി അരമണി കിലുക്കി എടക്കയും ചെണ്ടയും ഉടുക്കുമൊക്കെ കൂട്ടി അങ്ങ് അടിച്ചു തകർക്കുമ്പോൾ രാജേട്ടൻ നിൽക്കുകയാണ്. 54 വർഷക്കാലത്ത് 54 വർഷക്കാലത്ത് ദീർഘമായിട്ടുള്ള പുലിയെഴുത്തിന്റെ പാരമ്പര്യമുള്ള, ഒരുപക്ഷെ തൃശ്ശൂരിൽ നിന്ന് ഏറ്റവും സീനിയർ ആയിട്ടുള്ള, മേളത്തിന് പ്രമാണി എന്ന് പറയുന്നത് പോലെ പുലിക്കളിയുടെ പുലിയെഴുത്തിന്റെ പ്രമാണിയാണ്. പുലിക്ക് ഇറങ്ങുമ്പോൾ ഓരോന്നിനും അതിന്റെ പ്രത്യേകതയുണ്ട്. പുലിയെഴുത്തുണ്ട് അല്ലെ, പുലിക്ക് തൃശ്ശൂർക്കാര് ഇതൊരു വലിയ ആചാരത്തിന്റെ ഭാഗമാണ്. ചില സ്ഥലത്തൊക്കെ നമ്മളൊക്കെ ചിലപ്പോ ഈ പുലികളി എന്ന് എഴുതി പുലികളി എന്ന് പറയും. അപ്പൊ പ്രശ്നമാണല്ലേ? പുലിക്കളി എന്ന് പറയണം. പുലിക്കളി എന്ന് പറയണം, നിർബന്ധമായും പുലിക്കളി എന്ന് പറയണമെന്ന് മാത്രമല്ല. ഇതിന്റെ ആദ്യമേ തിരുത്തി തന്നു, പുലികളി എന്ന് പറയരുത്, പുലിക്കളിന്നേ പറയാവൂ. ഒരു പുലിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. പുലിക്കളി എന്ന് പറയാതെ തൃശ്ശൂർക്കാർക്ക് ചിലർ പുലികളി എന്ന് പറയും. സാധാരണ പുറത്തൊക്കെ പോകുമ്പോൾ ഇത് ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ചില വസ്ത്രങ്ങളിടും, ഇലയിൽ ചായം തേക്കും. ഇത് പച്ചയായ മനുഷ്യൻ അവൻ്റെ ശരീരത്തിൽ ചായം തേച്ച് 6-7 മണിക്കൂർ നിന്ന് ഒരു തരത്തിലും ആളുകൾ അടുക്കാതിരിക്കാൻ വടിയൊക്കെ പിടിച്ചിങ്ങനെ വളരെ കഷ്ടപ്പെട്ട് നിന്ന് 2-3 മണിക്കൂർ ഉണങ്ങാനെടുത്ത് ഈ കടുത്ത ചൂടിൽ 3:30 രംഗപ്രവേശം ചെയ്ത് ആ ചൂടൊക്കെ മേത്ത് രോമകൂപങ്ങളിൽ പോലും കയറി വന്ന് അവസാനം ഇത് കളയാൻ ഇനി ഒരു മണ്ണെണ്ണയിൽ പുളിയുണ്ട്. കാണുന്നവർക്കൊരു 1/2 മണിക്കൂർ നേരം അവരുടെ ആനന്ദത്തിന്റെ കൂട്ടത്തിൽ ചാടിയാൽ മതി. ഒരു കാര്യമുണ്ട്. ഇത്രയും നേരം മിനിസ്റ്റർ ആയിരുന്നു, ഇനി ഞങ്ങള് തൃശ്ശൂർക്കാരാണ്. അതെ, തൃശ്ശൂർക്കാരാണ്. പൂരം വന്നാൽ കൈകൊണ്ടിക്കാനും പുലിക്കളി വന്നാൽ ചാടാനും ഒക്കെയുള്ള തൃശ്ശൂർക്കാരുടെ
ഇതിനൊക്കെ ഒരു അതെ, ആ ഒരു താളം, ആ ഒരു താളം കണ്ടില്ലേ? ആ പുറത്ത് ആളുകൾ കാണിക്കുന്നത് പോലെ ഏതെങ്കിലും വിധത്തിലൊരു അതെ അതാണ് പറഞ്ഞത്. രാജേട്ടൻ 10 കൊല്ലിട്ടതാണ്. ഇതിന്റെ താളത്തിന് തന്നെ ഇപ്പൊ വിയൂർ യുവജന സംഘത്തിന്റെ കോട്ടിലാണുള്ളത്. നമ്മൾ ഇവിടെ ഇപ്പൊ പെയ്യത്തൊക്കെ നടക്കാൻ പോവാണ്. അവിടെയാണ് മിനിസ്റ്റർക്ക് ശരിക്കും ഒരു ടീമുണ്ടോ? ഏതെങ്കിലും ദേശക്കാരൊപ്പം ഉണ്ടോ? എല്ലാം നമ്മുടെ ടീം തന്നെ, എല്ലാം നമ്മുടെ ടീം തന്നെ. കാരണം ഇതിലൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ പുലിക്കളിയെ നിലനിർത്താൻ പലപ്പോഴും നമ്മൾ ഈ പുലിക്കളിയുടെ അതിന്റെ കൊട്ടിന്റെ വന്യമായൊരു ശബ്ദമാണ്. അത് വളരെ അതെ ഈ പുലി ഇറങ്ങണ്ടേ, കൊട്ടിന്റെ ഒരു പ്രത്യേകത അതാണ് ശരിക്കും നമ്മൾ ആവേശത്തിലാക്കുന്നത്. ഞാൻ പറയുന്നത് കൊട്ടിന് ഓരോന്നിനും ഓരോന്നാണ്. മോശമെന്നല്ല പറയണത്. പുലിക്കളിയുടെ കൊട്ട് ഒരു പ്രത്യേകത തന്നെയാണ്. നമ്മൾ ഏത് കൊല്ലം ഈ പുലികളി നമ്മൾ അവിടെ ഇറങ്ങണ്ടെങ്കിൽ നമ്മുടെ കാലിൽ തന്നെ ആരായാലും കണ്ടു നിന്നവരാണെങ്കിലും നമ്മൾ അറിയാണ്ടൊന്നും ഇങ്ങനെ നമ്മൾ റൗണ്ടി കൂടെ ആ പുലിക്കളിന് താല്പര്യമുള്ള ഒരു ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടാവും. അവര് നമ്മുടെ ഒപ്പം കളിക്കും, കാണാൻ നിൽക്കുന്നവര്. അതിങ്ങനെ ഓരോ കൊട്ടിന്റെയും തൃശ്ശൂരിനൊരു ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചൊരു സൗരഭ്യവും അതിൻ്റെ ഒരു ചരിത്രമുണ്ട്. പഞ്ചാരിക്ക് ഒരു താളമുണ്ട്, പാണ്ടിക്കൊരു താളമുണ്ട്. അത് രണ്ടും പരമാവധി കൈകൊണ്ട് ഉയർത്തിപ്പിടിക്കുന്ന താളാണ് അതിന്റെ കൂട്ടത്തിൽ. പക്ഷെ പുലിക്കളിയുടെ താളം കൈകൊണ്ടല്ല, അത് കാല് സ്വാഭാവികമായിട്ട് അതിലേക്ക് ചെണ്ടേന്റെ ശബ്ദം കേൾക്കുമ്പോ തുള്ളിപ്പോലുണ്ടോ? സാധാരണ നിലയിൽ ചെണ്ട, എടയ്ക്ക, ഉടുക്ക് അല്ലെ, ഇതെല്ലാം കൂട്ടിയിട്ടുള്ളൊരു സമ്മിശ്ര മേളാണ്. അത് ഇവിടെ അല്ലാതെ വേറെ എവിടെയും കേൾക്കാൻ പറ്റില്ല. ആ താളം നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. ഞങ്ങളിതിന് ഓരോന്നിനും ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും പണ്ട് ഏതാണ്ട് രാജേട്ടൻ്റെ ഒക്കെ ലീഡറായിരുന്ന ചാത്തുണ്ണിപ്പുലി ഏതാണ്ട് 6 പതിറ്റാണ്ട് കാലത്തോളം അദ്ദേഹം ഈ പുലിയായി അവതരിച്ചു. 2019 മരിക്കുന്നതിന് 2 കൊല്ലം മുമ്പ് 2017 വരെ പുലിക്കളിയുടെ ഓരോ താളത്തിലും ചാത്തുണ്ണിപ്പുലി നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ ചാത്തുണ്ണിപ്പുലി എന്ന് പറയാറുള്ളത് 41 ദിവസം വ്രതം നടത്തി ഈ മേളത്തിനിറങ്ങുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉൾപ്പെടെയുള്ള ആചാരങ്ങളാൽ നിറഞ്ഞതാണ് ഈ പൂരം. മിനിസ്റ്റർ, നമ്മൾ ഇത്തവണ എന്ന് പറയുന്ന ഒരു പക്ഷേ പുലിക്കളി നടക്കുമോ ഇല്ലയോ എന്നുള്ള വലിയൊരു ആശങ്കയൊക്കെ ഉള്ളിടത്തു നിന്നാണ് പുലിക്കളിയും കുമ്മാട്ടിക്കളിയും ഒക്കെ നടക്കുന്നത്. അപ്പം ഇതൊരു അതിജീവനത്തിന്റെ കാഴ്ച കൂടിയാണ്. നമ്മൾ വയനാടിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതിനെ അതായത് പലതരത്തിൽ പുലിക്കളി നടക്കുന്നതിന് അതിനെങ്ങനെയാണ് മിനിസ്റ്റർ? അല്ല, പുലിക്കളി നടത്തുന്നതിനെ സംബന്ധിച്ച് ഒരു ആശങ്ക ഇടക്കാലത്തുണ്ടായിരുന്നു. പുലിക്കളി സംഘങ്ങളെല്ലാം ഇവരുൾപ്പെടെ എല്ലാവരും നമ്മളെ സമീപിച്ചിരുന്നു. അപ്പൊ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ടൂറിസം വാരാഘോഷങ്ങൾ മാറ്റിവെക്കണം എന്ന് പറയുന്നത് ഔദ്യോഗിക പരിപാടികൾ നടത്താനാകില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ വളരെ വാശി പിടിച്ചു. കാരണം ഔദ്യോഗിക പരിപാടികളിൽ നിന്ന് വിഭിന്നമായിട്ട് പുലിക്കളി നിന്നാൽ, കുമ്മാട്ടിക്കളി നിന്നാൽ, പ്രാദേശിക ആഘോഷങ്ങൾ നിന്നാൽ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. കോവിഡ് കാലത്ത് നമ്മളത് അനുഭവിച്ചതാണ്. കൊട്ടുകാരും പാട്ടുകാരും മൈക്കുകാരും മാത്രമല്ല, തത്തയെ കൊണ്ട് ചീട്ടെടുപ്പിക്കുകയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ബലൂൺ വിൽക്കുകയും പീപ്പി വിളിക്കുകയും ഒക്കെ ചെയ്യുന്നവർ പോലും അനാഥമാകും. പുലിക്കളി അങ്ങ് നിന്നാൽ എത്ര കാലത്തെ തയ്യാറെടുപ്പാണ് പുലിക്കളിക്ക്. മാനസികമായി അതിൻ്റെ ഒരു ഒരുക്കം സത്യത്തിൽ ഒറ്റപ്പെട്ടു പോകും തൃശ്ശൂർ പുലിക്കളി ഇല്ലെങ്കിൽ. അപ്പോൾ നമ്മളാലോചിച്ചു, ചൂരൽമലയ്ക്ക് അവരുടെ മനസ്സിൽ ആഗ്രഹിച്ചും ചെറിയ ചെറിയ സഹായങ്ങൾ അവർക്ക് ചെയ്തും ഒരു പുലിക്കളി ചൂരൽമല. ഇന്ന് വൈകുന്നേരം വരെ മിനിസ്റ്റർ ഇവിടെ ഉണ്ടാവും. ഞാൻ പൂർണ്ണമായി വൈകുന്നേരം ഇത് തീർന്ന് സമ്മാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാവരോടും ചോദിക്കും, പറയുന്നത് എത്ര വയസ്സായെന്ന് ചോദിക്കുമ്പോൾ 37 വയസ്സ് അല്ലെങ്കിൽ 47 വയസ്സ്. അപ്പൊ പുലികളി കളിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലം ചോദിക്കുമ്പോൾ 10 വയസ്സിലോ 5 വയസ്സിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മിനിസ്റ്റർ ഇതുവരെ ചെയ്തിട്ടില്ല? അല്ല, ഞാൻ പറഞ്ഞു ഞാൻ പുലി കളിച്ചിട്ടില്ല. പക്ഷെ പുലിക്കളിയോടൊപ്പം പൂർണ്ണമായിട്ടുണ്ട്. താളം പിടിച്ചും ചുവട് വെച്ചിട്ടും കേരളവർമ്മ കോളേജിൽ ചോദിച്ചോട്ടെ. അതായത് ഇപ്പൊ വിദ്യാർത്ഥി ആയിരുന്ന ഒരു സമയത്തൊക്കെ ഇപ്പൊ ഞാനൊക്കെ വന്ന് റൗണ്ടിൽ നിന്ന് ഈ പുലിക്കളിയുടെ ഒപ്പം നിന്ന് നമ്മൾ അറിയാണ്ട് തുള്ളിപ്പോവും. നമ്മുടെ കാലത്തുണ്ടല്ലോ, കേരളവർമ്മ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ കോളേജിൽ പഠിക്കുമ്പോ തുടങ്ങിയതാണ്. തുള്ളാതെ പോകാൻ പറ്റില്ല. പുലിക്കളി തൃശ്ശൂരിന്റെ ഒരു വികാരമാണ്. അതിനെ മാറ്റി നിർത്താൻ പറ്റില്ല. അതായത് ഈ മിനിസ്റ്ററൊക്കെ ആയതിനു ശേഷം ഇതില് എങ്ങനെയാണ് ഈ താളം കേൾക്കുമ്പോ ഇങ്ങനെ പിടിച്ചൊന്നും നിക്കൽ അത്ര എളുപ്പമല്ല. ഇപ്പൊ ഇങ്ങനെ തുടക്കത്തിലൊക്കെ പിടിച്ചു നിൽക്കലാണ്. ഇത് സത്യത്തിലേ ഈ പുലിക്കളിക്ക് നേരത്തെ ഇപ്പൊ രാജേട്ടനൊക്കെ അനുഭവമുള്ള ഒരു പുലിക്കളി അദ്ദേഹം കൃത്യമായിട്ട് പറയും. ഇങ്ങനെ കാണുന്നതല്ല യഥാർത്ഥത്തിൽ. ഇങ്ങനെ വളരെ നമ്മളിപ്പോ സന്തോഷപൂർവ്വവും സമാധാനപൂർവ്വവും കാണുന്നതല്ല. തോളിൽ കയറി, അതായത് അല്ലെ നമ്മുടെ വടിയിട്ട് ഒലക്കയിൽ നിന്ന് കളിച്ചിട്ടുണ്ട് ആളുകൾ പുലിക്കളി. അതായിരുന്നു ഒരു കാലത്ത്, ഒരു 10-15 വർഷം മുമ്പ് വരെ ഒലക്കയിൽ കയറിയുന്ന പുലിക്കളി. ഇന്ന് പൊളിക്കും, തകർക്കും, പൊളിച്ചടുക്കും. അതാണ് വൈബായിരിക്കും അല്ലേ? അപ്പൊ മാസായിരിക്കും ഇന്നത്തെ ഇവിടുത്തെ ആഘോഷങ്ങൾ എന്നൊക്കെയാണ് മിനിസ്റ്റർ. ഇവിടുത്തെ 2 പുലികളെയാണ് നമ്മൾ കണ്ടത്, രാജേട്ടനെയും ഒപ്പം തന്നെ തൃശ്ശൂർക്കാരെ വേറൊരു രാജേട്ടൻ മന്ത്രിയെയാണ് കണ്ടത്. അപ്പൊ ഇങ്ങനെയാണ് ഇവിടുത്തെ ആവേശം. ഒരു രക്ഷയില്ല, വൈബാണ്.
തന്നെയാണ്, വൻ വൈബാണ്. ആ വൈബ് ഒട്ടും ആവേശം ചോരാതെ മാതൃഭൂമി ന്യൂസിൽ രാത്രി 9 മണി സമയമൊക്കെ ആകും ഇത് പൂർണ്ണമായിട്ട് അവസാനിക്കാൻ. ആ സമയം വരെ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടേയിരിക്കും.